ചമ്മോ കൊടയിട്ടൊന്നും ഒരു കാര്യമില്ല, എന്തോരം വെയില. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്? എനിക്ക് വിശന്നിട്ടാ അമ്മേ. അമ്മ വരാൻ കുറച്ച് വൈകുന്നു പറഞ്ഞില്ലേ, പിന്നെ ഏട്ടനെ വിളിച്ചു പറഞ്ഞു 2:30 കഴിയും നീ കഴിച്ചോന്ന്. അതാ പിന്നെ. ഇങ്ങനത്തെ ഒരു പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ അച്ഛനൊക്കെ പാടത്ത് പോയി പണിക്കാരനൊക്കെ പണി ജയിപ്പിച്ച് കൂലിയൊക്കെ കൊടുത്ത് അയച്ചു വരുമ്പോൾ 4-4:30 അതുവരെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ കാത്തിരിക്കുക. നിന്റെ അടുത്ത് അവൻ എന്താ പറഞ്ഞ? ഞാൻ വരുമ്പോ 2:30 നീ ഭക്ഷണം കഴിച്ചോന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് നീ എണിച്ച് കഴിക്കുക. ഞങ്ങളെ കാത്തിരിക്കാത്തത് പോകട്ടെ, അവൻ വന്ന് ഭക്ഷണം വിളമ്പി കൊടുത്തു വേണ്ട നീ കഴിക്കേ. അമ്മ വിശപ്പിന്റെ മുമ്പിൽ ഞാൻ ഫോർമാലിറ്റി നോക്കാറില്ല. ഇനി നിങ്ങൾ എല്ലാവരും വന്ന് കഴിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ തളർന്നു വീഴും. ഇത്രയും ദിവസം നോക്കിയില്ലേ, അതൊക്കെ മതി. പുതുക്കമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയും പുതുപ്പെണ്ണ് പുതുപ്പെണ്ണ് എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലേ ഞാൻ മെലിഞ്ഞ് ഒട്ടി പോവും. അമ്മയ്ക്ക് വേണേ കഴിച്ചു, അവിടെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിയോ? നിനക്കറിയില്ല ഞാൻ ബിരിയാണി കഴിക്കില്ല എന്നുള്ളത്. ഇത്രയും നേരം തോട്ടത്ത് നിന്ന് പണിക്കാരെയൊക്കെ പണിയെടുപ്പിച്ച് വെയിലും കൊണ്ട് വിശന്നിട്ട് വരെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നീ ബിരിയാണി ഉണ്ടാക്കിയതാ? അച്ഛൻ ബിരിയാണി കഴിക്കുവോ? അവള് തോന്നിയ പോലെ അവളുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കിയതും പോരാ, ആരെയും കാത്തിരിക്കാണ്ട് ഇരുന്ന് കഴിക്കുകയും ചെയ്തിരിക്കണോ? നിന്റെ ഇഷ്ടത്തിനാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? മറ്റുള്ളവരൊക്കെ പട്ടിണി കിടന്നോട്ടെ എന്നാ? ഫ്രിഡ്ജിൽ ചിക്കൻ കണ്ടപ്പോഴേ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നി, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അച്ഛനും അമ്മയ്ക്ക് അവിടെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനോട് വിളിച്ചു ചോദിച്ചു ബിരിയാണി ഉണ്ടായിക്കോട്ടെന്ന്. ഏട്ടനും പറഞ്ഞു ഞാൻ കഴിച്ചോളാം, ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെന്താ? ആകെ കുടുംബത്തിൽ 4 പേരല്ലേ ഉള്ളൂ. ഒരാൾക്ക് ചോറും കറി, ഒരാൾക്ക് ബിരിയാണി. എന്താ ഇവിടെ വല്ല കല്യാണം നടക്കുന്നുണ്ടേ? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇവിടെ കുറെ വക ചോറും കറിയും ഉണ്ടാക്കണ്ടെന്നുള്ളത്. നിനക്കും അവനും വേറെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും വേറെ. ഇത് ഏത് കുടുംബത്തിൽ നടക്കുന്ന കാര്യ? അങ്ങനെ വേറെ വേറെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, ബിരിയാണി ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാം. പിന്നെ ചോറ് അവിടെ ഇരുന്നോട്ടെ, രാത്രിത്തേക്ക് ചീത്തയാകുന്നില്ലല്ലോ. രാത്രി നമുക്ക് അത് ഇതുള്ള കഴിക്കാം. ഹോട്ടലാ? ഇവിടെ 10 ആളുണ്ടെങ്കിൽ 10 തരം ഭക്ഷണം നീ ഉണ്ടാക്കാൻ പറയോ? എന്നിട്ട് അവിടെ ഒരു ഓർഡർ വേറെ. രാവിലെ ഇത് കഴിച്ചോളെ, ഉച്ചക്ക് അത് കഴിച്ചോളെ, രാത്രി വേറെ കഴിച്ചോളെ. നീ എന്താ വിചാരിച്ചിരിക്കണ്? എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഭരിക്കാൻ നിൽക്കുക? അങ്ങനെയാണെങ്കിലേ ഞാൻ എന്ത് കഴിക്കണം എന്ന് അമ്മയും തീരുമാനിക്കാൻ വരണ്ട. എനിക്കിപ്പോ ഇതാ കഴിക്കാൻ തോന്നുന്നു, ഞാൻ ഇത് കഴിക്കും. അമ്മയ്ക്ക് ഇത് വേണ്ടേ കഴിക്കണ്ട, അവിടെ ചോറില്ലേ അത് എടുത്ത് കഴിച്ചേ. എന്നെ അമ്മയും ഭരിക്കാൻ വരണ്ട. അതെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ പറയണം. ഞങ്ങളാണല്ലോ ഈ ബന്ധം തന്നെ മതി എന്ന് പറഞ്ഞ് എന്റെ മോനെ തലയ്ക്ക് കൊണ്ട് കെട്ടിവെച്ചത്.